JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. LD ക്ലർക്ക് പരീക്ഷ ജൂലൈയിൽ പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ 12,000 അധികമാണ്. അതായത് അപേക്ഷിച്ചവരുടെ എണ്ണം ഇക്കുറി താഴ്ന്നെങ്കിലും മത്സര ചൂടിന് കുറവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ജൂലൈ മുതൽ വിവിധ ഘട്ടങ്ങളായി നടക്കുന്ന പരീക്ഷ എഴുതാൻ കഠിന പരിശീലനത്തിലാണ് ഉദ്യോഗാർത്ഥികൾ. 2025 ഓഗസ്റ്റിന് 1 നിലവിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ലിസ്റ്റിൽ നിന്ന് മുൻ വർഷത്തെ കണക്കുകൾ അനുസരിച്ച് വിവിധ ജില്ലകളിലായിട്ട് 12,000-ലധികം നിയമനം നടക്കുമെന്നാണ് പ്രതീക്ഷ. 12,95,446 പേരാണ് ഇക്കുറി LD ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. 2019 വിജ്ഞാപനത്തില് 17,58,338 അപേക്ഷകൾ ലഭിച്ചിരുന്നു. ഇക്കുറി 4,62,892 ലക്ഷം പേരുടെ കുറവുണ്ടായി. ഇനി നമുക്ക് ഇതിന്റെ സിലബസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. പൊതുവിജ്ഞാനം, ആനുകാലിക വിഷയങ്ങൾ, ഗണിതവും മാനസികശേഷി പരിശോധനയും, ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ എന്നിങ്ങനെയാണ് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ. എല്ലാ വിഷയത്തിലും അടിസ്ഥാന അറിവുകൾ ആർജിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അതിനു വേണ്ടിയിട്ട് ഉള്ള പ്രത്യേക പരിശീലനങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികളും നേടുക. കണക്ക്, മെന്റൽ എബിലിറ്റി എന്നിവയിൽ മികച്ച തയ്യാറെടുപ്പുകൾ നടത്തിയാൽ ഇതിൽ 90% മാർക്ക് വരെ നേടാൻ കഴിയും. പൊതുവിജ്ഞാനത്തില് ചിട്ടയായ തയ്യാറെടുപ്പ് നടത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ഒരു ദിവസം ഒരു 3 അല്ലെങ്കിൽ 4 പത്രമെങ്കിലും വ്യത്യസ്തമായ പത്രപാരായണം നടത്തുന്നത് വളരെയധികം പ്രയോജനപ്രദമാണ്. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ മുൻ ചോദ്യപേപ്പറുകൾ പരമാവധി പരിശീലിക്കുന്നത് വലിയ ഗുണം ചെയ്യും. ഹൈസ്കൂൾ തലത്തിലെ പാഠപുസ്തകങ്ങൾ സൂക്ഷ്മമായിട്ട് വായിക്കുന്നത് വളരെയധികം പ്രയോജനപ്രദമാണ്. മാതൃകാ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പരീക്ഷയോടുള്ള ഭയത്തെ നമുക്ക് ഇല്ലാതാക്കാനും പരമാവധി മാർക്കുകൾ സ്കോർ ചെയ്യാനും നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനൊക്കെ ഇത് മാതൃകാ ചോദ്യപേപ്പറുകൾ നമ്മൾ പരിശീലിക്കുന്നത് വളരെയധികം പ്രയോജനപ്രദമാണ്. ഇതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോക്കാം നമുക്ക്. ചരിത്രം 5, ഭൂമിശാസ്ത്രം 5, ധനതന്ത്രശാസ്ത്രം 5, ഇന്ത്യൻ ഭരണഘടന 5, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6, ഭൗതിക ശാസ്ത്രം 3, രസതന്ത്രം 3, കലാ, കായികം, സാഹിത്യം, സംസ്കാരം 5, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3, സുപ്രധാന നിയമങ്ങൾ 5, ആനുകാലിക വിഷയങ്ങൾ 20, ലഘുഗണിതവും മാനസികശേഷി നിരീക്ഷണ പാഠ പരിശോധനയും 10, ജനറൽ ഇംഗ്ലീഷ് 10, പ്രാദേശിക ഭാഷ 10. ഇങ്ങനെയാണ് ഇതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് 2025 ഓഗസ്റ്റ് 1-നാണ്. ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2022 ഓഗസ്റ്റ് 1-നാണ്. അപ്പോൾ നിലവിലെ ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നത് 2025 ജൂലൈ 31-നാണ്. അപ്പോൾ നിലവിലെ ലിസ്റ്റിൽ ആകെയുള്ളവർ എത്ര പേരാണ്? 23,518 പേരാണ്. ഇതുവരെ നിയമന ശുപാർശ അയച്ചത് 6,296 പേർക്കാണ്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നടന്ന നിയമനം എത്രയാണ്? 12,069 ആണ്. അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്നാണെന്ന് 2025 ഓഗസ്റ്റ് 1-നാണ്. അപ്പോൾ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന എന്നാണ്? 2022 ഓഗസ്റ്റ് 1-നാണ്. നിലവിലെ ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നത് 2025 ജൂലൈ 31-നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നിയമനങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.